ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ തോമസ് കല്ലാടൻ വളരെ വിശദമായി തന്നെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്, ഒരു സംശയം വേണ്ട. ഒരു കൊടുങ്കാറ്റ് പോലെ UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിന്നും UDFന്റെ ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ ഇനിയും കാഞ്ഞിരപ്പള്ളി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നില്ല. ഇവിടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തിയിലൂടെയാണ് മണിമലയാർ ഒഴുകുന്നത്. ജലസമൃദ്ധമാണ്. ആവശ്യത്തിന് ചെക്ക് ഡാമുകളോ അല്ലെങ്കിൽ കുളങ്ങളോ ഒക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം സംഭരിപ്പിക്കാം, അത് ജനങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കാം. പക്ഷെ പേരെടുത്ത് പറയാവുന്ന ഒരു കുടിവെള്ള പദ്ധതി പോലും നമ്മുടെ ഈ മണിമലയാറുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെ അധികം ദുഃഖകരമാണ്. നമ്മുടെ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് വിമാനത്താവളമല്ല, നല്ല കുടിവെള്ളം, നല്ല റോഡുകൾ, നല്ല പാർപ്പിടം, അങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ. ഞാൻ അതിനുവേണ്ടിയായിരിക്കും നിലകൊള്ളുക എന്ന് ഞാനൊരു വാക്ക് നൽകിയ. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഒരാൾക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഞാനൊരു ജനപ്രതിയായി കഴിഞ്ഞാൽ ഞാനിവിടെ ചുമ്മാ വാക്ക് പറഞ്ഞിട്ട് പോവുമല്ല, ഞാനത് പരിഹരിക്കും എന്ന് ഞാൻ പറയല്ല. നമുക്കെല്ലാവർക്കും കൂട്ടായി ചർച്ച ചെയ്ത് ജലസ്രോതസ്സുകൾ കണ്ടെത്തി അതിന് ഫണ്ടിന് അപര്യാപ്തതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആവശ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പദ്ധതി സഫലമാക്കാം. രണ്ടാമത് ഒരു വാക്കുകൂടി, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പറയാതെ കടന്നു പോവുകയില്ല. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ രണ്ട് അതിർത്തികളിൽ ഒരിടത്തുള്ളത് കറുകച്ചാൽ ബൈപ്പാസാണ്, ഒരിടത്തുള്ളത് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. രണ്ടും പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. ഇങ്ങനെ 10-20 വർഷമായി അനാഥമായി കിടക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ, കാരണം കാഞ്ഞിരപ്പള്ളിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. പകുതിയോളം കടകമ്പോളങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു. കാരണം കച്ചവടം നടക്കുന്നില്ല, ഏതു നേരവും ഗതാഗത കുരുക്ക് മാത്രം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ ത്രിസന്ധിയിൽ വാക്ക് നൽകുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ, UDFന്റെ ഒരു ജനപ്രതിനിധി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുണ്ടായാൽ 6 മാസത്തിനകം കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് കേരളത്തിന്റെ പുതിയ UDFന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഈ ത്രിസന്ധ്യ നേരത്ത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുവാൻ, വാക്ക് നൽകുവാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ ഈ സ്നേഹം ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഏകദേശം 1/4 നൂറ്റാണ്ട് കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നേ വരെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഒരു ആരോപണങ്ങളുടെ ഒരു ചെളി കുണ്ടിൽ പോലും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല, ഒരു ചെളി പോലും എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. സംശുദ്ധമായ ഒരു പൊതുപ്രവർത്തനം ഞാൻ വാക്ക് നൽകുന്നു. നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പലർക്കും അവസരം കൊടുത്തു, 2-3 തവണ അവരെ ജനപ്രതിയാക്കി. എനിക്കൊരവസരം തന്നുകൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി? ഞാനതിന് പരാജയപ്പെട്ടാൽ ഈ കൂവപ്പള്ളിയുടെ തെരുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിചാരണ ചെയ്യാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റോണി കെ ബേബി, എൻ്റെ ചിഹ്നം കൈയടയാളമാണ്. UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ, വളരെ താഴ്മയോടെ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് UDF.